ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെയുള്ള ദീപ നിശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശത്തെ ചൊല്ലി വിവാദം കൊഴുക്കുന്നു. സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ദീപ നിശാന്തിന്റെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനിലക്കര MLA പരാതി നൽകി. രമ്യ ഹരിദാസിനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ചത് തരം താഴ്ന്ന നടപടിയായെന്ന് അനിലക്കര MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ദീപ നിശാന്ത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ജാതീയപരമായി അവഹേളിക്കുകയും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി BK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് തികഞ്ഞ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇവർക്കെതിരായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണി പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പാട്ടുപാടുന്നതും സ്ഥാനാർത്ഥിയുടെ ദയനീയാവസ്ഥയും തെരഞ്ഞെടുപ്പിൽ വിഷയമാകരുതെന്ന നിലപാട് ആവർത്തിച്ച് ദീപ നിശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കവിതാമോഷണം നടത്തിയിട്ടുള്ള ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ലേ? എൻ്റെ വോട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ രാഷ്ട്രീയം മാത്രമേ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടുന്ന ആ കാര്യത്തെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. അതിനുള്ള അധികാരം എനിക്കുണ്ട്. PK ബിജു മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കവിതാമോഷണ വിവാദം ശരിവച്ചാൽ തന്നെ തനിക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. തന്റെ കുടുംബത്തിൽ പലരും കോൺഗ്രസിൽ ഉണ്ടാകാം. തന്റെ രാഷ്ട്രീയം ഏതെന്ന് തീരുമാനിക്കുന്നത് കുടുംബമല്ലെന്നും ദീപ നിശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.